പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു രസകരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ ദേവയാനി നയനയെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും നയനയെ സ്വന്തം മരുമകളായിട്ട് അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ദേവയാനി. അങ്ങനെ വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. നയനയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നയനയും വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നയനയുടെ അസുഖമെല്ലാം പൂർണ്ണമായിട്ടും ഭേദമാകുന്നുണ്ട്. അങ്ങനെ ദേവയാനി നയനെ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആ സ്നേഹം എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കാൻ ദേവയാനിക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം അനന്തപുരിയിലുള്ള ചിലരുടെ കള്ളത്തരങ്ങൾ പൊളിക്കാനുള്ള ശ്രമത്തിലാണ് ദേവയാനി. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ദേവയാനി കാര്യങ്ങളെല്ലാം പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ അനാമികയുടെയും രേവതിയുടെയും ജലജയുടെയും ജാനകിയുടെയും സംസാരമെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ദേവയാനി. അങ്ങനെ ദേവയാനിക്ക് അനാമികയുടെ മേൽ വ്യക്തമായി തന്നെ സംശയം തോന്നുകയാണ്. അതിന് കാരണം താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ അനാമിക അനന്തപുരിയിലുള്ളവരെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അനാമിക താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുകയാണ്. ഒരു ഗർഭിണിക്ക് വേണ്ട ശാരീരികമായ ഒരു ലക്ഷണങ്ങളും ദേവയാനി അനാമികയിൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ദേവയാനിക്ക് അനാമികയിൽ സംശയം തോന്നുകയാണ്. അങ്ങനെ ദേവയാനിക്ക് അനാമികയിൽ സംശയം തോന്നിയത് മുതൽ അനാമികയുടെ ഓരോ പ്രവൃത്തിയെ നിരീക്ഷിക്കുകയാണ് ദേവയാനി. അനാമികയാണെങ്കിൽ ഇതൊന്നും അറിയുന്നുമില്ല. അങ്ങനെ ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അനാമികയുടെ കള്ളത്തനം പുറത്തു കൊണ്ടുവരണം, എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് അനാമികയോട് സംസാരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ദേവയാനി. അനാമിക കള്ളം പറഞ്ഞ് ഒഴിവാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറയണം. അതുമാത്രമല്ല, അനാമിക ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ എല്ലാ ഡീറ്റെയിൽസും വാങ്ങിക്കണം. അവിടെ അനാമിക കള്ളമാണ് പറയുന്നതെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് അനാമികയുടെ കള്ളത്തരം തുറന്നു കാട്ടുകയും തുടർന്ന് അച്ഛൻ്റെ സമ്മതത്തോടു കൂടി അനന്തപുരിയിൽ നിന്ന് അനാമികയെ പുറത്താക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് ദേവയാനി. ദേവയാനി തനിക്ക് അനാമികയിൽ തോന്നിയ സംശയം ആരോടും പറയാതെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയാണ്. അതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റു ചില സംഭവങ്ങളും അനന്തപുരിയിൽ നടക്കുന്നുണ്ട്. അനാമികയുടെ അച്ഛൻ കടം കൊടുത്ത ആൾ നാളുകൾ കഴിഞ്ഞിട്ടും വേണുവിനെ കണ്ടു കിട്ടാത്തത് കൊണ്ട് വേണുവിനെ കുറിച്ച് അറിയാൻ വേണ്ടി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അയാൾക്ക് കൊടുക്കാനുള്ള പണവും അതിൻ്റെ പലിശയും കൂടി ലക്ഷക്കണക്കിന് രൂപയാണ് വേണു കൊടുക്കാനുള്ളത്. തുടക്കത്തിൽ 1-2 തവണ പലിശയായിട്ട് കുറച്ച് പണമൊക്കെ വേണു കൊടുത്തിരുന്നെങ്കിലും പിന്നീട് വേണു അയാളുടെ നേരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വേണുവിനെ അയാൾ ഒരുപാട് വിളിച്ചു നോക്കിയെങ്കിലും വേണു ആണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. വേണുവിനെ പിടിക്കാൻ അയാൾ പല വഴികൾ നോക്കിയെങ്കിലും അവിടെ നിന്നെല്ലാം തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയായിരുന്നു വേണു. അങ്ങനെ അയാളുടെ അന്വേഷണത്തിൽ വേണുവിൻ്റെ മകൾ അനന്തപുരിയിൽ മരുമകളാണെന്ന് മനസ്സിലാവുകയും അങ്ങനെ വേണുവിനെ തിരഞ്ഞ് അനന്തപുരിയിലേക്ക് വരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ മൂർത്തി സാറിനെ കണ്ട് കാര്യം പറഞ്ഞാൽ മൂർത്തി സാർ ഒരു തീരുമാനത്തിൽ എത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് അയാൾ അനന്തപുരിയിലേക്ക് വരുന്നത്. അതിനിടയിൽ തന്നെ അനാമികയുടെ ആരെയും കൂസാക്കാത്ത പെരുമാറ്റം അനന്തപുരിയിൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. എല്ലാത്തിനും സപ്പോർട്ടായി നിന്നിരുന്ന ജാനകി പോലും അനാമികയുടെ പഴയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. കാരണം താൻ കരുതിയതുപോലെ തൻ്റെ മരുമകൾ അത്ര പാവമല്ലെന്ന് ജാനകിയും മനസ്സിലാക്കി തുടങ്ങി. മുത്തശ്ശനോടും മുത്തശ്ശിയോട് പോലും അനാമിക മോശമായി സംസാരിക്കുന്നത് കണ്ട് ജാനകി മാനസികമായി ആകെ തകർന്നിരുന്നു. അങ്ങനെ പലിശക്കാരൻ അനന്തപുരിയിലേക്ക് വരുന്ന സമയത്ത് അനാമികയുടെ അമ്മ രേവതി അവിടെ തന്നെയുണ്ട്. അങ്ങനെ രേവതി ആകെ പരിഭ്രമത്തോടു കൂടി അനാമികയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, മോളെ അച്ഛൻ കടം കൊടുക്കാനുള്ള ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അമ്മയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ആകെ പേടിയാകുന്നുണ്ട് മോളെ, ഇന്നത്തോടെ നമ്മുടെ കള്ളങ്ങളെല്ലാം ഈ അനന്തപുരിയിലുള്ളവർ കണ്ടുപിടിക്കും. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് പിന്നെ മോളെ, അച്ഛൻ കടം കൊടുക്കാനുള്ള ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അയാൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണവും അതിൻ്റെ പലിശയും കൂടി വലിയൊരു തുക തന്നെ അച്ഛൻ അയാൾക്ക് കൊടുക്കാനുണ്ട്. അയാളെ കാണുമ്പോൾ മുങ്ങി നടക്കലാണ് നിന്റെ അച്ഛൻ്റെ പണി എന്നൊക്കെ രേവതി പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, കടങ്ങളെല്ലാം വീട്ടിൽ എന്നല്ലേ അച്ഛൻ പറഞ്ഞത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചതാണ്, അതോടുകൂടി കടങ്ങളെല്ലാം വീടി എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. ഒടുവിൽ അച്ഛൻ നാട്ടുകാരെ പറ്റിക്കാൻ നോക്കുന്നത് പോലെ എന്നെയും പറ്റിക്കാൻ തുടങ്ങിയല്ലേ, അച്ഛൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്, കടങ്ങളെല്ലാം വീട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എന്തിനാണ് വിശ്വസിപ്പിക്കാൻ നോക്കുന്നത്. അതൊക്കെ പോട്ടെ, ഈ വന്ന ആൾക്ക് അച്ഛൻ എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്, അയാളുടെ കയ്യിൽ നിന്ന് അച്ഛൻ എത്ര രൂപയാണ് വാങ്ങിച്ചത്. എൻ്റെ മോളെ, അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് തുകയൊന്നുമല്ല നിന്റെ അച്ഛൻ വാങ്ങിച്ചത്, അയാളുടെ പണവും അതിൻ്റെ പലിശയും കൂടി എത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും വലിയൊരു തുക തന്നെ ഉണ്ടാകും, അതെനിക്ക് നല്ല ഉറപ്പാണ്. പണ്ട് നിന്റെ അച്ഛൻ ഉപേന്ദ്രന് കൊടുക്കാനുള്ളത് പോലെ തന്നെ വലിയൊരു തുക ഇയാൾക്കും കൊടുക്കാനുണ്ട്. രേവതിയുടെ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് അനാമിക. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നാട് നീളെ നടന്ന് ഇങ്ങനെ കടം വാങ്ങാൻ ആര് കൊടുക്കുമെന്ന് കരുതിയിട്ടാ എന്നൊക്കെ അനാമിക ദേഷ്യത്തോട് കൂടി പറയുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് ഒരുപാട് സ്വർണവും പണവും എല്ലാം അച്ഛന് കൊടുത്തതാണ്,
പക്ഷെ അതൊക്കെ കൊടുത്തിട്ട് അച്ഛൻ്റെ കടങ്ങൾ എന്താണ് വീടാത്തത് എന്നൊക്കെ ദേഷ്യത്തോട് കൂടി ചോദിക്കുകയാണ് അനാമിക. എന്തായാലും എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അമ്മ എന്തായാലും ആ വന്ന ആളിനെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാൻ നോക്ക്. ഇവിടെ നിന്ന് അയാളോട് സംസാരിച്ചാൽ അതോടുകൂടി എല്ലാം തീരും. അതുകൊണ്ട് തന്നെ അമ്മ തന്നെ അത് ഡീൽ ചെയ്താൽ മതി. അനന്തപുരിയിൽ ഇത്രയും കാലം കളിച്ച കളികളൊന്നും ഇനി പറ്റില്ല. ഇപ്പോൾ തന്നെ കൈവിട്ട കളിയാണ് കളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ എല്ലാവർക്കും എന്നിൽ വലിയ രീതിയിൽ തന്നെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, എൻ്റെ അമ്മായിമ്മ ജാനകിക്ക് പോലും എന്നിൽ വലിയ രീതിയിൽ തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലും എന്തൊക്കെയോ സംശയം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അനന്തപുരിയിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ പുറത്താക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അവരുടെ മുന്നിലെല്ലാം പിടിച്ചു നിൽക്കാൻ വേണ്ടി പലതരത്തിലുള്ള അടവുകളാണ് ഞാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്നത്. അനാമിക ആന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലിശക്കാരൻ വാതിലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ദേ അമ്മേ, അയാൾ വരുന്നുണ്ട്, അയാളെ തടഞ്ഞു നിർത്ത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ ആ സമയം രേവതി അയാളുടെ അരികിലേക്ക് ഓടിയെത്തുകയാണ്. അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ദയവ് ചെയ്ത് ഞങ്ങളുടെ മോളുടെ ജീവിതം തകർക്കരുത്. നിങ്ങളുടെ കടങ്ങളല്ല ഞങ്ങൾ വീട്ടിക്കോളാം. ഞാൻ എന്തായാലും വേണുവേട്ടനോട് ചെന്ന് പറഞ്ഞോളാം. അങ്ങോട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. തരാനുള്ള പണം എന്തായാലും ഞങ്ങൾ തന്നിരിക്കും. എൻ്റെ മോളുടെ ജീവിതം തകർക്കരുത്, അതെൻ്റെ അപേക്ഷയാണ് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ഈ അനന്തപുരിക്കാരെ മുഴുവൻ കബളിപ്പിച്ചാണ് നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചത് എന്നൊക്കെ അയാൾ പറയുമ്പോൾ രേവതി അയാളുടെ നേരെ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്, 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഞങ്ങൾ പണം തീർത്തു തന്നോളാം. അതുവരെ ക്ഷമിക്കണം. പറ്റില്ല, 2 ദിവസം പോയിട്ട് 2 മണിക്കൂർ പോലും ഞാൻ അനുവദിച്ചു തരില്ല. ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളിവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടല്ല. എനിക്ക് കാണേണ്ടത് ഇവിടുത്തെ മൂർത്തി സാറിനെയാണ്. കാരണം ഞാൻ നിങ്ങളോടും നിങ്ങളുടെ ഭർത്താവിനോടും സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മൂർത്തി സാറിനെ കണ്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹം തീരുമാനമെടുക്കട്ടെ എന്ത് വേണമെന്ന്. ഈ നാട്ടിലുള്ള എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ് മൂർത്തി സാറ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ മൂർത്തി സാറിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നൊക്കെ അയാൾ പറയുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, എന്താണ് പറ്റിയത്, എന്താണ് ഇവിടെ പ്രശ്നം, ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ ഒന്നുമില്ല ദേവേച്ചി, ഞങ്ങളൊരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ്. ഒരു വിഷയം സംസാരിക്കുകയാണെന്നോ? ഈ അനന്തപുരിയിലേക്ക് വന്ന് രേവതിയോട് മാത്രം ഒരു വിഷയം സംസാരിക്കാനോ? എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ രേവതി, എന്തായാലും എനിക്ക് അറിയണം എന്നൊക്കെ ദേവയാനി ദേഷ്യത്തോട് കൂടി പറയുന്നുണ്ട്. ആ സമയം രേവതി എന്ത് പറയണമെന്നറിയാതെ ആകെ പതറി നിൽക്കുകയാണ്. ആ സമയം പലിശക്കാരൻ തന്നെ പറയുന്നുണ്ട്, മേഡം ചോദിച്ചതിൻ്റെ മറുപടി ഞാൻ തന്നെ പറയാം. ഞാൻ ഇവരുടെ ആരുമല്ല, ഇവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഞാനൊരു ഫിനാൻസ് കമ്പനി നടത്തുന്ന ആളാണ്. എൻ്റെ കമ്പനിയിൽ നിന്ന് ഇവരുടെ ഭർത്താവ്, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ, ഒരുപാട് പണം കട വാങ്ങിയിട്ടുണ്ട്. ഈ പണം അവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വർഷങ്ങളായി. ആകെ 2 തവണ മാത്രമേ അവർ പലിശ അടച്ചിട്ടുള്ളൂ. പിന്നീട് ആ വേണു എന്ന് പറയുന്ന ആൾ എന്നെ കാണുമ്പോൾ പണം തരാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു മാറുകയാണ്. കുറച്ച് കാലമായിട്ട് ഞാൻ അയാളെ അന്വേഷിക്കുകയാണ്. എൻ്റെ അന്വേഷണത്തിനൊടുവിൽ അയാളുടെ മകളെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അയാൾ പറയുമ്പോൾ ദേവയാനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. രേവതി, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ അത് പിന്നെ ദേവേച്ചി, വേണുവേട്ടന് ഇടക്കാലത്ത് ബിസിനസ്സിൽ ചെറിയൊരു തകർച്ചയുണ്ടായി. അതുകൊണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് രൂപ കടം വാങ്ങേണ്ടി വന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. അതിൻ്റെ ചെറിയൊരു ടൈറ്റാണ് ഇപ്പോൾ ഉള്ളത്. രേവതി ഇത്രയും പറഞ്ഞപ്പോഴേക്കും പലിശക്കാരൻ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മേഡം, ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കില്ലേ? എന്നോട് മാത്രമല്ല, ആ നാട്ടിൽ ഒരുപാട് ആളുകളോട് ഇവർ കടം വാങ്ങിയിട്ടുണ്ട്. ഇവർ പറയുന്നതെല്ലാം നുണയാണ്. ഇവർക്ക് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനിടയിൽ ഒരുപാട് പേർക്ക് അവർ കടം വാങ്ങിയ പണം കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ എൻ്റെ പണം മാത്രം അവർ തന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പണവും പലിശയും എനിക്ക് തിരിച്ച് കിട്ടിയേ പറ്റൂ. അത് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. എന്തായാലും വേണുവിൻ്റെ മകൾ ഈ വീട്ടിലൊരു അംഗമാണല്ലോ. എന്തായാലും അനന്തപുരിയിലുള്ളവർ ഇതിനൊരു തീരുമാനമെടുത്തേ പറ്റൂ. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്നൊക്കെ പറയുകയാണ് അയാൾ. ഇതിനിടയിൽ ഇവരുടെ സംസാരം കേട്ട് ആദർശം അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ, എന്താണ് ഇവിടെ ഒരു സംസാരം, എന്താണ് പ്രശ്നം എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി എല്ലാ കാര്യങ്ങളും ആദർശിനോട് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി അവരുടെ മുന്നിൽ ഒരു അഭിനയം കാഴ്ചവെക്കുകയാണ്. മോനെ, ഇയാൾ പറയുന്നത് കള്ളമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ കട വാങ്ങി ജീവിക്കേണ്ട ഗതികേടൊന്നും അനാമിക മോൾക്കും വീട്ടുകാർക്കും ഇല്ല. അവർ പണക്കാരാണ്. അനന്തപുരി തറവാടിൻ്റെ അതേ നിലയ്ക്കും വിലയ്ക്കും ചേർന്നവർ. ഇതുപോലുള്ള പണക്കാരെ അപകീർത്തിപ്പെടുത്താൻ ഇതുപോലുള്ള ചില ആളുകളൊക്കെ വരും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ആ സമയം ആദർശ് പറയുന്നുണ്ട്, അമ്മേ, കുറച്ച് നാളുകളായി ചില കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറയണമെന്ന് വിചാരിക്കുന്നു. ഞാൻ പല കാര്യങ്ങളും അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അമ്മ ചെവി കൊള്ളുന്നില്ല. അയാൾ പറയുന്നത് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനിയുടെ വിവാഹത്തിൻ്റെ അന്ന് ഇതുപോലുള്ള ചില സംഭവങ്ങളുണ്ടായി. അമ്മ അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മുഹൂർത്ത സമയമായപ്പോൾ വേണു അങ്കിൾ ആരുടെയും ഫോൺ കോൾ വന്നിട്ട് പോയത്.
ഈ സമയം മുഹൂർത്തത്തിന്റെ സമയം തീരാറായപ്പോൾ ഞാൻ വേണു അങ്കിളിനെ തിരക്കി പുറത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഇതുപോലൊരു പലിശക്കാരൻ വേണു അങ്കിളിനെ തിരക്കി വന്നതായിരുന്നു. ഒടുവിൽ അയാൾക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അയാൾ അവിടെ നിന്ന് തിരികെ പോയത്. അപ്പോൾ ഈ കാര്യമെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ അമ്മ തയ്യാറായില്ല. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയാനും ഞാൻ നിന്നിട്ടില്ല. എന്തായാലും ഇയാൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ പ്രശ്നം ഒരു ഗൗരവത്തിലെടുത്തേ പറ്റൂ. ഈ സംസാരം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ജാനകിയും ജലജിയും മുത്തശ്ശനും അങ്ങോട്ട് വരുന്നത്. ഇതെല്ലാം കണ്ട് ആകെ വിളറി അനാമിക അവിടെ പേടിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും ആദർശ് പറയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ വിഷമമാവുകയാണ്. എന്തായാലും ഈ വീട്ടിലെ മരുമകളാണ് അനാമിക. ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നം നാട്ടിലറിഞ്ഞാൽ നമ്മുടെ അനന്തപുരി തറവാട്ടിനെ തന്നെ അത് കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ ആദർശേ. അങ്ങനെ പെട്ടെന്ന് തന്നെ ദേവയാനി മുത്തശ്ശനോട് ചോദിക്കുകയാണ്, എന്ത് പരിഹാരമാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ ഇയാൾ പറഞ്ഞ പണം കൊടുക്കാൻ വേണ്ടി പോവുകയാണോ? അതിൻ്റെ ആവശ്യമൊന്നും ഈ അനന്തപുരി വീട്ടുകാർക്കില്ല. പിന്നെ കടം വാങ്ങിയത് അനാമികയില്ലല്ലോ, അവളുടെ അച്ഛനല്ലേ. കടം വാങ്ങിയ ആൾക്ക് അത് മടക്കി കൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടായത് കൊണ്ടല്ലേ കടം വാങ്ങുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അനാമികയുടെ അച്ഛൻ ആ കടം വീട്ടിക്കോളും. അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. പക്ഷെ നയനയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് അനാമികയോട് വല്ലാത്തൊരു ദയ തോന്നുകയാണ്. അങ്ങനെയൊന്നും പറയരുത് അമ്മേ. എങ്ങനെയാലും അനാമിക നമ്മുടെ വീട്ടിലെ മരുമകളല്ലേ. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർക്ക് പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് അതിനൊരു പരിഹാരം നമ്മൾ എന്തായാലും കണ്ടെത്തണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മോളെ നയനെ, മോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മോളുടെ മനസ്സിൻ്റെ നന്മ ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷെ മോളുടെ മനസ്സിൻ്റെ അത്ര നന്മ ഇവിടെ ചിലർക്കില്ല. അതുകൊണ്ട് മോൾ ഇതിന് അഭിപ്രായം പറയേണ്ട. ഇതിൻ്റെ വ്യക്തമായ തീരുമാനം ഞാൻ തന്നെ പറയാം. വേണു കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കേണ്ടത് വേണു തന്നെയാണ്, അല്ലാതെ അനന്തപുരിക്കാരല്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ പണം നഷ്ടമായാൽ അത് നേടിയെടുക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് നിയമപരമായി പോകാം എന്ന് മാത്രമാണ്. താങ്കൾ തൽക്കാലം പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കൂ. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ എടുക്കാൻ വേണ്ടി. ഇത്രയും കേട്ട പലിശക്കാരെ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നവ്യ അനാമികയോടും രേവതിയോടും പറയുകയാണ്, നാണമില്ലല്ലോ നിങ്ങൾക്കൊക്കെ. ഇത്രയും കാലമായിട്ട് എന്തൊരു അഭിനയമായിരുന്നു. എൻ്റെ കുടുംബം ഒരു സാധാരണ കുടുംബമാണ്. ഇതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഞങ്ങൾ ആരെയും പറ്റിക്കാനൊന്നും നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛൻ പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ആരും അനന്തപുരി തറവാട്ടിലേക്ക് വന്നിട്ടുമില്ല. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് ഞാൻ മുത്തശ്ശിയുടെ റൂമിൽ ചെന്ന് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശ, ഞാൻ വന്നതൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയായാലും അനാമിക ഇവിടുത്തെ മരുമകളാണ്. ഈ ഒരു പ്രശ്നം കൊണ്ട് ഇവിടെ ഇനിയൊരു പ്രശ്നവും ഉണ്ടാകരുത്. അതുപോലെ തന്നെ അനിയുടെ ജീവിതം തകരാനും പാടില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ആദർശേട്ടൻ്റെ അമ്മ എനിക്ക് ഒരുപാട് സ്വർണം തന്നിട്ടുണ്ടല്ലോ. ആ സ്വർണ്ണമെല്ലാം വിറ്റ് അനാമികയുടെ അച്ഛൻ്റെ കടബാധ്യത വീട്ടാം. ഞാൻ അങ്ങനെ പറയുന്നത് കേട്ട് മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, മോളെ, നിന്റെ മനസ്സ് വളരെ നല്ല മനസ്സാണ്. എൻ്റെ മോൾ എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ മോളെ എല്ലാവരും മുതലെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഇക്കാര്യം പറയുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശ, ഇവളെന്ത് കാര്യം പറയാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അനാമികയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി വന്നതാണോ? അതുകൊണ്ട് ഒരു രൂപ പോലും അവരുടെ കടം വീട്ടാൻ വേണ്ടി മുത്തശ്ശൻ കൊടുക്കരുത്. എന്നെ പറയുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിക്കും. പക്ഷേ ഇക്കാര്യം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ. അയാൾ മുൻപും നോക്കാതെ കടം വാങ്ങിയത് എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കടം വീട്ടാനേ അയാൾക്കറിയാം. അനന്തപുരിക്കാർ തല വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നയന പറയുന്ന ഇക്കാര്യം മുത്തശ്ശൻ കേൾക്കരുത്. ഒന്ന് നയനയോടായിട്ട് നവ്യ പറയുന്നുണ്ട്, എടി നയനെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ദ്രോഹിക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്തു, എന്നിട്ട് നീ എന്താ പാഠം പഠിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. അനാമികയുടെ വീട്ടുകാരുടെ സ്ഥിരം സ്വഭാവം ഇതാണെന്ന് അനന്തപുരിയിലുള്ളവരെല്ലാവരും അറിയുന്നുണ്ട്. അങ്ങനെ അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും അനി മനസ്സിലാക്കുകയും അനാമികയുമായിട്ടുള്ള ജീവിതം ഒരിക്കലും സാധ്യമാകില്ലെന്ന് അനി മുത്തശ്ശനോട് പറയുകയും ചെയ്യുന്നുണ്ട്.